മൂന്നാം വട്ടവും അധികാരത്തിലേക്ക് മോദി എത്തുന്നു. ഇന്ന് രാഷ്ട്രപതിയെ കാണുന്നു. ഏതായാലും BJP നയിക്കുന്ന അല്ലെങ്കിൽ BJPയുടെ മുന്നണി NDAക്ക് തന്നെയാണ് ഇന്ത്യയിലെ ജനങ്ങൾ ഭരിക്കാനുള്ള വ്യക്തമായ ഭൂരിപക്ഷം നൽകിയിരിക്കുന്നത്. 292 എന്ന സംഖ്യ തന്നെയാണ് നൽകിയിരിക്കുന്നത്. 272 ആണ് ഭരിക്കാൻ വേണ്ടത്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. 1991 ശേഷം 240 എന്ന സീറ്റ് ഒറ്റയ്ക്കൊരു പാർട്ടി നേടുന്നതും ഇതാദ്യം തന്നെയാണ്. അതായത് നെഹ്റുവിന് ശേഷം മൂന്നാം വട്ടവും തുടർച്ചയായി അധികാരത്തിലേറുന്ന കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയുമാണ് നരേന്ദ്രമോദി. അതായത് അഭിമാനകരമായ നേട്ടമെന്ന് തന്നെ പറയാം. സാധാരണ ഇതിൽ 10 വർഷമൊക്കെ കഴിയുമ്പോൾ സ്വാഭാവികമായ ഭരണവിരുദ്ധ വികാരമുണ്ടാകുമ്പോൾ അതിനെയും അതിജീവിച്ചുകൊണ്ട് വലിയ ഭൂരിപക്ഷം ഇല്ലെങ്കിൽ പോലും അധികാരത്തിലേക്ക് മോദി നടന്നെടുക്കുന്നു. ഇപ്പോൾ ലഭ്യമാകുന്ന മറ്റൊരു വിവരം, ഈ രണ്ട് മുന്നണിയിലും പെടാതെ നിൽക്കുന്ന ഏതാണ്ട് 17ഓളം MPമാരുണ്ട്. ഇവരിൽ ചിലരുടെ പിന്തുണ BJP നേടിയതായിട്ടാണ് പുറത്തുവരുന്ന വിവരം. ഇതിൽ 7 പേർ സ്വതന്ത്രരാണ്, 4 പേർ YSR കോൺഗ്രസിൻ്റെ അംഗങ്ങളാണ്. ഇവർ ഒരുപക്ഷെ NDAയുടെ ഭാഗമായേക്കില്ല, പുറത്തു നിന്നുള്ള പിന്തുണയായിരിക്കും. ഒപ്പം തന്നെ സിക്കിമിൽ അധികാരത്തിലിരിക്കുന്ന സിക്കിം ക്രാന്തി മോർച്ച NDAയുടെ വടക്കിഴക്ക് സംസ്ഥാന ഘടകകക്ഷിയാണ്. അവർക്ക് ഒരു സീറ്റുണ്ട്. അവർ ഉൾപ്പെടെ ഉള്ളവർ എത്തിയേക്കാം. ഒപ്പം തന്നെ ശിരോമണി അകാലിദളാണ് പിന്നെ ജയിച്ച ഒരു പാർട്ടി. ഏതായാലും ഈ 17 പേരിൽ 12-13 പേരെ കൂടെ നിർത്താൻ കഴിയുമെന്ന് BJP കരുതുന്നു. അതിനുള്ള നീക്കങ്ങൾ മുൻപോട്ട് പോകുന്നു. ഏതായാലും ഈ അവസരത്തിൽ പ്രതിപക്ഷവും അല്പം ആശങ്കയോട് തന്നെയാണ് നിൽക്കുന്നത്. കാരണം വീണ്ടും മോദി സർക്കാർ വരികയും ഈ ഒരു പിന്തുണയിൽ അധികകാലം മുൻപോട്ട് പോവുകയും ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ 28 ഘടകകക്ഷികളെ കൂട്ടിക്കെട്ടി നിൽക്കുന്ന ഈ പ്രതിപക്ഷത്തിന് ഒരുപക്ഷെ പലരെയും നഷ്ടപ്പെട്ടേക്കാം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.